Hello, welcome to this Peppercandy. എല്ലാവരും സുഖമായി സന്തോഷത്തോടെ റംസാനെ വരവേൽക്കാൻ റെഡി ആയിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാൻ റംസാനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്ത കുറച്ച് ഒരുക്കങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എനിക്ക് റംസാൻ്റെ ഫീൽ കൊണ്ടുവരാനായിട്ട് കുറച്ച് ചേഞ്ചസൊക്കെ വീട്ടിൽ വരുന്നത് ഇഷ്ടമാണ് കേട്ടോ. അതെൻ്റെ മക്കൾക്കും ഇഷ്ടമാണ്. ഇതിനായിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല. എല്ലാം വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളെ തന്നെ ഒന്ന് മാറ്റി മറിച്ചൊക്കെ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം കേർട്ടൻസൊക്കെ ഒന്ന് മാറ്റുവാണ്. ലിവിങ് റൂമിലെയും ബെഡ്റൂമിലെയും കേർട്ടൻ റെയിൽ നല്ല ഉയരത്തിലാട്ടോ. നമുക്ക് മുൻപ് താമസിച്ചിരുന്ന ഫാമിലി അങ്ങനെ അത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നിട്ട് പിന്നെ മാറ്റി റെയിലൊന്നും മാറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കാരണം അത് റിമൂവ് ചെയ്യണമെങ്കിൽ ലാഡർ വേണം. അപ്പോൾ ഞാൻ വാച്ച്മാൻ്റെ നിന്ന് ലാഡറൊക്കെ വാങ്ങിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ കേർട്ടൻസ് ലിവിങ് റൂമിൽ മാറ്റിയിട്ടുണ്ട്. ഇനി ബെഡ്റൂമിലെ കേർട്ടൻ വാഷിംഗ് മെഷീനിൽ തന്നെയാണ് കഴുകിയത്. കേർട്ടൻസ് എല്ലാം മെഷീൻ വാഷബിളാണ്. ഐക്കിയിൽ നിന്ന് വാങ്ങിയ കേർട്ടനായത് കേട്ടോ. പക്ഷെ ഞാൻ രണ്ടാമത് വാഷ് ചെയ്തതിന് ശേഷം ഇട്ടപ്പോൾ അത് ഇടേണ്ട ഷെയ്ഡ് മാറിപ്പോയി. അപ്പം ഓഫ് വൈറ്റും വൈറ്റും കൂടെ ഉള്ളൊരു ഷെയ്ഡായിരുന്നു. പക്ഷെ അത് മിക്സ് ചെയ്തായിരുന്നു ഇടേണ്ടത്. അത് മാറിപ്പോയി. ബെഡ്ഷീറ്റ്സും പ്രെയർ മാറ്റ്സും പിന്നെ ഫ്ലോർ മാറ്റ്സ് ഇതെല്ലാം വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പള്ളിയിലൊക്കെ പോകുന്നവർക്ക് എടുക്കാൻ സൗകര്യത്തിനായിട്ടാണ് പ്രെയർ മാറ്റ്സൊക്കെ ഇങ്ങനെ അഡീഷണലായിട്ട് വെച്ചേക്കുന്നത്. പിന്നെ മുൻപൊക്കെ നമുക്ക് നോമ്പ് സമയത്ത് നോമ്പ് തുറക്കാനായിട്ട് ഗസ്റ്റൊക്കെ ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ ഒന്നും ഇഫ്താറിന് അങ്ങനെ പുറത്തുനിന്ന് ആരും വരാറില്ല. ഹെവി ബ്ലാങ്കറ്റ്സ് എല്ലാം ലോണ്ടറി കൊടുത്താൽ വാഷ് ചെയ്യുന്നു കേട്ടോ. ബെഡ്റൂം ക്ലീനിങ്ങും കിഡ്സ് റൂം ക്ലീനിങ്ങും ഒക്കെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ വീണ്ടും അതിടുന്നില്ല. അവിടെ ആകെ ഞാൻ ബെഡ്ഷീറ്റ്സൊക്കെ മാറ്റി ഒന്ന് പൊടി തട്ടി എടുത്തതേ ഉള്ളൂ. ഇത്തവണ ഞാൻ കൂടുതലും ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത് ലിവിങ് റൂമിലാണ്. അപ്പോൾ ചേഞ്ചസ് ഒന്നും ഇല്ല കേട്ടോ, മേക്ക് ഓവർ ആയിട്ടൊന്നും ഇല്ല. അല്പം ടേബിൾ ക്ലോത്തൊക്കെ ഒന്ന് മാറ്റി, കുഷൻ കവറൊക്കെ ഒന്ന് മാറ്റി, അങ്ങനെ കുറച്ച് ചേഞ്ചസ് മാത്രമേ വരുത്തിയിട്ടുള്ളൂ. പിന്നെ റംസാൻ ആയതുകൊണ്ട് തന്നെ ഒരു വൈറ്റ് തീം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് റംസാനിലൊരു പ്യൂരിറ്റി കാണിക്കുന്ന ഒരു വൈറ്റ് തീം. ഇത് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് മക്കൾക്ക് ആ റംസാൻ്റെ ഒരു ഫീലിംഗ് കൊണ്ടുവരാനാട്ടോ. ഇതിൽ പിന്നെ ഞാൻ കുറച്ച് ചെറിയ DIYs ഞാനും മക്കളും ഒക്കെ ചെയ്തതാട്ടോ. മക്കളുടെ വീഡിയോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കാര്യം അവർക്ക് ഫ്രീ ആവുന്ന സമയത്ത് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫ്രീ ആയിരിക്കത്തില്ല. അപ്പോൾ റെക്കോർഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഈ സ്റ്റാർസ് എല്ലാം ചെറിയ വൈറ്റ് നൂലിൽ കെട്ടിയിട്ടേക്ക് കേട്ടോ. ഇതൊരു പഴയ ഫോട്ടോ ഫ്രെയിമാണേ. ഐക്കിയെന്ന് വാങ്ങിച്ചത് റെഡ് കളറായിരുന്നു. ഞാൻ പക്ഷേ സ്പ്രേ പെയിൻറ്റ് മോനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. പിന്നെ ഇതിങ്ങനെ കുറച്ച് ചിറ്റ്സാണ്, ഗുഡ് ഡീഡ്സ് ഉള്ള ചിറ്റ്സാണ്. ഇത് ഞാൻ പേപ്പറിനകത്ത് ഇങ്ങനെ നമുക്ക് കുറേ ഇങ്ങനെ ചിറ്റ്സ് ഇട്ടിട്ട് ഒരു ബൗളിലിട്ടിട്ട് അത് മക്കൾക്ക് എല്ലാ ദിവസവും ഓരോന്ന് എടുപ്പിക്കുക. അപ്പോൾ വളരെ ചെറിയ കാര്യങ്ങൾ, നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ്, പക്ഷേ ഒരു ഗുഡ് ഡീഡാണ്. അത് കാരണം അവർക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അവരെ കൊണ്ടങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ അവർക്കും അത് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇതൊരു 30 ദിവസത്തേക്കുള്ള അതിൽ കൂടുതലുണ്ട് കേട്ടോ ചിറ്റ്. അപ്പോൾ അവർക്ക് 2 പേർക്കും എടുക്കാനായിട്ട് ഞാനിങ്ങനെ ഒരു ബൗളിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് മക്കൾക്കും വലിയവർക്കും യൂസ് ചെയ്യാവേ ഒരു റംസാൻ ചാർട്ടാണ്. നമ്മൾ റംസാൻ മാസത്തിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഓരോ ദിവസത്തെയും കോളം നമുക്ക് ടിക്ക് ചെയ്യാം, ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ മോനിത് മിക്കവാറും കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ മോൾക്ക് എല്ലാം ഒന്നും ചെയ്യാറായിട്ടില്ല. പക്ഷേ അവൾക്കൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് നീന സിദ്ദീഖ് 2 വർഷം മുൻപ് ഒരു റംസാൻ കിഡ്സ് ജേർണൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരുപാട് നല്ല കാര്യങ്ങളുണ്ടായിരുന്നു.
ആ ഒരു ജേണലിൽ നിന്നുള്ള ഇൻസ്പിറേഷനിലാണ് ഞാൻ ഈ ഒരു ചാർട്ട് ഉണ്ടാക്കിയത്. എനിക്ക് എളുപ്പത്തിന് വേണ്ടി എക്സൽ ഷീറ്റിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. സാധാരണ ഒരു ബുക്കിലോ വൈറ്റ് പേപ്പറിലോ ഉണ്ടാക്കാനേ ഉള്ളൂ കേട്ടോ. നോമ്പിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കുട്ടികൾക്ക് ഉപകാരപ്രദമാകും എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത് കേട്ടോ. ഇനി ചെടിയെല്ലാം ഒന്ന് എടുത്ത് വാഷ് ചെയ്യുന്നുണ്ട്. എല്ലാ ആഴ്ചയും ഞാൻ ഇതുപോലൊന്ന് ഷവർ ചെയ്യാറുണ്ട്. അത് കാരണം പിന്നീട് ഞാൻ ചെടിക്ക് വെള്ളം സ്പ്രേ ചെയ്യുന്നത് ലീവ്സിന് മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളൂ, പൊടിയൊന്നും തങ്ങി നിൽക്കാതിരിക്കാൻ. ഇത് പക്ഷെ നോമ്പ് സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ നമുക്ക് എടുത്ത് വാഷ് ചെയ്യാനൊക്കെ. അപ്പോൾ അത് കാരണം ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് മിക്കവാറും ഇനി ഈദിനോടടുപ്പിച്ചേ പിന്നീട് ചെയ്യാറുള്ളൂ. പിന്നെ ഇത്തവണ ചെടിയൊക്കെ കുറച്ച് ചെടികളൊക്കെ ഒന്ന് മാറ്റി നട്ടു, മണ്ണൊക്കെ ഒന്ന് മാറ്റി, ചട്ടിയും ഒന്ന് മാറ്റി, ചെറിയ ചട്ടിയിൽ നിന്നൊക്കെ വലിയ ചട്ടിയിലേക്ക് മാറ്റി. മണ്ണ് മാറ്റിയതെല്ലാം ഉമ്മ ആണ് കേട്ടോ, അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഉമ്മക്ക് ഗാർഡനിങ് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. ലിവിങ് റൂമിൽ ഒരു സൈഡിൽ ഒരു വോള് ഫുള്ള് ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ അത് കാരണം പെട്ടെന്ന് പൊടിയാവും. പക്ഷെ നല്ല സൺലൈറ്റാണ്. പക്ഷെ നമുക്ക് പുറത്തുനിന്ന് ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം ഇത് മെയിൻ്റനൻസ് കമ്പനിയിൽ നിന്ന് ആൾ വന്നിട്ട് സാധാരണ ബിൽഡിങ്ങിന് പുറത്ത് ക്ലീൻ ചെയ്യാറുണ്ട്. നമുക്ക് അകത്തുനിന്ന് മാത്രമേ നന്നായി ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കാറിൻ്റെ മിറർ ക്ലീൻ ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചാകുമ്പോൾ എനിക്ക് പുറത്തുനിന്നായാലും കുറച്ചും കൂടെ കൈയെത്തുന്ന ദൂരത്തോളം ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഗ്ലാസ്. ഇത് ഗ്ലാസ് ക്ലീനറൊന്നും അല്ല കേട്ടോ, പുൽത്തൈലവും വെള്ളവും ഡൈല്യൂട്ട് ചെയ്തിട്ട് എടുത്തതാണ്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് തന്നെ എൻ്റെ ഒരു ക്ലീനിങ് സൊല്യൂഷൻ മിക്ക സ്ഥലങ്ങളിലും. നമ്മൾ പക്ഷേ എത്ര അകത്തുനിന്ന് ക്ലീൻ ചെയ്താലും പുറത്തെ ഗ്ലാസ് ഡേർട്ടി ആയിട്ടിരിക്കുന്നിടത്തോളം നമുക്ക് എല്ലാ ഗ്ലാസ്സും ക്ലീനായി തോന്നില്ല. അപ്പോൾ ഇതിപ്പോൾ 2-3 ഗ്ലാസ് മാത്രമേ എനിക്ക് കൈ എത്തുന്നുള്ളായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്തു. ആ ഒരു സമയം കൊണ്ട് ഉമ്മ ചെടിയൊക്കെ ഒന്ന് മാറ്റി, ചെറിയ ചട്ടിയൊക്കെ മാറ്റി. ചട്ടി ഒന്നും ഞാൻ പുറത്തുനിന്ന് ഇത്തവണ വാങ്ങിച്ചിട്ടില്ല, കൂടുതലും വീട്ടിനകത്തുണ്ടായിരുന്ന ചട്ടിയൊക്കെ തന്നെയായിരുന്നു, പഴയ ചട്ടികളൊക്കെ. പിന്നെ തൈരിൻ്റെ ടിന്നൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ തൈരിൻ്റെ ടിന്നാണ്. ഈ ഒരു സൈഡിൽ അലോവേര വെച്ചേക്കുന്നതൊക്കെ തൈരിൻ്റെ ടിന്നാണ്. ഇതൊക്കെ കുറേ പഴയ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ചട്ടികളാണ്, മേക്ക് ഓവർ ചെയ്ത തൈരിൻ്റെ ടിന്നുകളൊക്കെ. ഇപ്പോഴും അങ്ങനെ മോശമായിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇവിടെ കുഷൻ കവറായിട്ട് യൂസ് ചെയ്തേക്കുന്ന എൻ്റെ പഴയൊരു ദുപ്പട്ടയാണ് കേട്ടോ. കുറച്ച് സ്റ്റിഫായിരുന്ന ദുപ്പട്ടായിരുന്നു, അത് കാരണം ഞാൻ കുഷൻ കവറാക്കി. പിന്നെ ഇത് ഹസ്ബൻഡിൻ്റെ ഷർട്ടാണ്, പഴയൊരു ഷർട്ട് ഞാനത് കുഷൻ കവറാക്കിയിട്ടുണ്ട്. ഈ ഒരു ബഖൂറിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ ഞാൻ റംലാൻ സ്പെഷ്യലായിട്ട് ഈ ഒരു വർഷം വാങ്ങിയത്. ഇതൊരു ഓഫർ പ്രൈസിൽ സഫീറിന് കിട്ടിയതാണ്, സഫീർ മാളിൽ നിന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ക്യൂട്ടായി തോന്നി. ഞാനിവിടെ ബഖൂറില്ലാത്ത കാരണം ക്യാൻഡിലാണ് കത്തിച്ച് വെച്ചേക്കുന്നത്. ഇനി ടി വി സ്റ്റാൻഡ് അടുത്തുള്ളൊരു ചെറിയൊരു കോഫി ടേബിളുണ്ട്. ഐക്യയിൽ നിന്ന് വാങ്ങിയ ടേബിളാണ്, ഒരുപാട് നാൾ മുൻപ് വാങ്ങിയ ടേബിളാണ് കേട്ടോ. അതിന് ചെറിയൊരു മേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. ഇത് ടേബിൾ മാറ്റിൻ്റെയൊക്കെ സൈസിൽ കിട്ടുന്ന ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കേട്ടോ. അത് അടുത്തൊരു ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്, കുറേ നാൾ മുൻപ് വാങ്ങിയതാണ്. എൻ്റെ കുക്കിംഗ് വീഡിയോസിലൊക്കെ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ആ ടേബിളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ടൊരു പ്ലാന്റിൻ്റെ സ്റ്റാൻഡും പിന്നെ കുറച്ച് പ്ലാന്റ്സും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു സക്കാത്ത് ഇടാനായിട്ട് ചെറിയൊരു മണി ബാങ്ക് പോലെ മോനുണ്ടാക്കിയതാണ്. പഴയൊരു കാർഡ്ബോർഡ് ബോക്സ് കട്ട് ചെയ്തതിന് ശേഷം സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ട് അതിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിച്ചെടുത്തതാണ്. ദിവസവും നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ചെറിയൊരു കോയിൻ എങ്ങാണ് മക്കളെ കൊണ്ട് ഇങ്ങനൊരു ബോക്സിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ഈദിൻ്റെ സമയമാകുമ്പോൾ ഒരു ചെറിയ എമൗണ്ട് ഉണ്ടാവും. അത് മക്കളെ കൊണ്ട് തന്നെ കൗണ്ട് ചെയ്യിപ്പിച്ച് സക്കാത്തായിട്ട് മാറ്റി വയ്ക്കുക. റമദാൻ മാസത്തിൽ സക്കാത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകാനും അവരുടെ ഫ്യൂച്ചറിൽ അവരതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാനും അത് സഹായകമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 2021 റംസാനിലേക്കുള്ള എൻ്റെ ഒരുക്കങ്ങൾ. കിച്ചൺ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെയും റംസാനിലേക്കുള്ള കിച്ചൺ പ്രിപ്പറേഷൻസിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുൻപേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ റംസാനിലേക്ക് കിടക്കുന്ന മുമ്പ് നമ്മുടെ വീടിനൊപ്പം നമ്മുടെ മനസ്സും നമ്മുടെ പ്രവർത്തികളും എല്ലാം ശുദ്ധമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
ഈ ഒരു വീഡിയോ ഇത്രയും നേരം ക്ഷമയോടെ വാച്ച് ചെയ്ത എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ റമദാൻ ആശംസകൾ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. സീൻ ആൻഡ് ദ വീഡിയോ. ബൈ.